മാണ്. കലകളുടേത് മാത്രമല്ല, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള കേരളത്തിന്റെ വിവിധ ജില്ലകളിലെ വിവിധ ജനവിഭാഗങ്ങളുടെ വിവിധ കലാവിഭാഗങ്ങളുടെ എല്ലാം ക്ഷേത്രകലകൾ മുതൽ ഗോത്ര കലകൾ വരെയുള്ള സ്റ്റേജിൽ തകർത്താടുന്ന ഭരതനാട്യവും കുച്ചിപ്പുടിയും മുതൽ വാക്കുകളിലൂടെ മാത്രം, അക്ഷരങ്ങളിലൂടെ മാത്രം കടലാസുകളിൽ പ്രവഹിക്കുന്ന കഥാരചനയും കവിതാരചനയും മുതൽ ഉറുദു അറബിക് പ്രസംഗവും മലയാള പ്രസംഗവും സംസ്കൃത നാടകവും അക്ഷരശ്ലോകവും കാവ്യകേളിയും തുടങ്ങി വൈവിധ്യങ്ങളുടെ ഒരു മഹാസംഗമമാണ് ഓരോ കലോത്സവവും. ഒറ്റക്കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് കലോത്സവത്തിന്റെ അവസാന ദിനം ആരംഭിക്കാം. കിടമത്സരങ്ങളുടേത് മാത്രമല്ല, മറിച്ച് എല്ലാവരുടെയും ഒന്നാകലിന്റെയും വംശവർഗ ദേശഭേദങ്ങൾക്കെല്ലാം അപ്പുറം കല എല്ലാവരുടേതുമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ കൂടി കലോത്സവമാണ് ഓരോന്നും. എന്തായാലും ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്ന് അവസാന ദിവസത്തെ വിശേഷങ്ങളുമായി ജോസഫും രേണുകയുമുണ്ട്. കലോത്സവം അവസാനിക്കാറായി എന്നതിൽ ഇരുവർക്കും സങ്കടമുണ്ട് എന്നാണ് അറിഞ്ഞത്. എന്തായാലും ഇന്ന് അവിടെ രണ്ടുപേരുടെയും അവസാനത്തെ ദിവസമാണ്. കലോത്സവമൊക്കെ അവസാനിക്കാറായതിൻ്റെ ഒരു ക്ഷീണം കലോത്സവ നഗരിക്ക് വന്നിട്ടുണ്ടോ? കലോത്സവം അവസാനിക്കാനായതിൻ്റെ ഒരു ക്ഷീണവും കലോത്സവ നഗരിക്ക് വന്നിട്ടില്ല. ഇങ്ങനെ പൂരം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ താളം മുറുകുന്നതിനനുസരിച്ച് കലാപൂരവും മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും രേണുകയും ഇപ്പോഴുള്ളത് പുത്തരിക്കണ്ടം മൈതാനത്തെ ഭക്ഷണശാലയിലും പ്രത്യേകം തയ്യാറാക്കിയ സാംസ്കാരിക വേദിയിലുമാണ്. രാവിലെ ഞങ്ങളിവിടെ എത്തി പഴയിടത്തിൻ്റെ പ്രഭാത ഭക്ഷണം കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രഭാത ഭക്ഷണം രേണുക? ഉപ്പുമാവും പയറുകറിയാണ്. ഉപ്പുമാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവായിരുന്നു അല്ലേ? നല്ല പൂ പോലത്തെ ഉപ്പുമാവ്, പൂ പോലത്തെ ഇഡലി എന്ന് പറയുന്ന പോലെ പൂ പോലത്തെ ഉപ്പുമാവ്, നല്ല പയറുകറി കൂട്ടി ഒരു കഴിച്ചു, പിന്നെ ഒരു ചായ. നല്ല സൂപ്പറായിട്ട് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. പിന്നെ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവസാന ദിവസമായത് മനസ്സിന്റെ ഉള്ളിൽ ഒരു സാധനമുണ്ട്, ഇന്ന് തീരുവാണ്, ഇന്നും കൂടെ ഉള്ളൂ എന്ന്. പക്ഷെ എനിക്ക് എന്താ തരത്തിൽ ഇനിയും നീട്ടി വേണം, ഇനിയും കലോത്സവം കുറച്ചും കൂടെ വേണം, 2-3 ദിവസം കൂടെ വേണമായിരുന്നു. പെട്ടെന്ന് തീർന്നു പോയോന്നൊരു ഡൗട്ട്. അതുല്യ ആദ്യം പറഞ്ഞത് ഇൻട്രോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇവിടെ നിന്ന് മടങ്ങുന്നവർ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് മടങ്ങുക എന്നാണ്. നമുക്ക് ഓർത്തിരിക്കാൻ നല്ല കുറേ അനുഭവങ്ങളുണ്ട്, നല്ല കുറേ കലാകാരന്മാരെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ് കേരള വിഷൻ ടീമും ഇവിടെ നിന്ന് മടങ്ങുന്നത്. പ്രത്യേകിച്ച് രേണുകയും ഞാനും അടക്കമല്ല എല്ലാവരും, ജിഷ്ണു അടക്കമുള്ള ആളുകളെല്ലാം മടങ്ങുന്നത് വളരെ ഹൃദയത്തിൽ എന്നും ഓർത്തു വെക്കുന്ന കുറേ ഓർമ്മകൾ കൊണ്ട് തന്നെയാണ് മടങ്ങുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ ഭക്ഷണപ്പുരയിലാണ്. ഭക്ഷണപ്പുരയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അതായത് ഒരു ദിവസം 30,000-ലധികം ആളുകൾക്ക് ഇവിടെ ഭക്ഷണം തയ്യാറാണ്. അതായത് രാവിലെ മുതൽ അർദ്ധരാത്രി വരെ ഏത് സമയത്തും ആളുകൾക്ക് ഇവിടെ വരാം, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം. അതിലൊരു തടസ്സവുമില്ല എന്നുള്ളതാണ്. ഭക്ഷണത്തിൽ ഇന്നേ വരെ ഒരു കോംപ്രമൈസും പഴയിടമോ സംഘാടകരോ ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും വെറൈറ്റിയാണ്. ഒരു ദിവസം ഉണ്ടാക്കുന്നത് മറ്റൊരു ദിവസം ഉണ്ടാക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പുട്ടും സ്റ്റൂവും ആയിരുന്നെങ്കിൽ ഇന്ന് ഉപ്പുമാവും കറിയും. അങ്ങനെ ഓരോ ദിവസവും ഓരോ വിഭവങ്ങളാണ്. പായസത്തിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്ന് എന്ത് പായസമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ലാസ്റ്റ് ദിവസമായിട്ട് നമ്പൂതിരിയുടെ വകയായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഒരു കൂട്ടിട്ടൊരു പായസം കിട്ടുമായിരിക്കും, പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന പായസങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടുള്ളൊരു പായസമാണ് ഇവിടെ തയ്യാറാക്കിയത്. ഇപ്പൊ നമ്മൾ പാൽപ്പായസം, അടപ്രഥമൻ, അങ്ങനെയുള്ള പായസങ്ങൾ, അരിപ്പായസം ഉള്ള പായസങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ കഴിക്കുന്ന പായസം എന്താണെന്ന് നമുക്ക് അനുഭവിച്ച് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇനി ഈ പായസം എവിടെയെങ്കിലും ഉണ്ടാക്കി കഴിക്കാനോ കിട്ടുമോന്നോ പോലും ഒരു പ്രതീക്ഷയില്ല. ഒരിക്കൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു രുചി, അതാണ് ഇവിടുത്തെ പായസത്തിന്റെ ഒരു പ്രത്യേകത. പായസം പോലെ മധുരമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കൂടെ ഇരിക്കുന്ന കുറച്ച് മധുരം നിറഞ്ഞ കുട്ടികളുണ്ട്. കുട്ടി പോലീസാണ് കേട്ടോ. അപ്പൊ പോലീസുകാരുടെ കീഴിലുള്ള ഒരു കുട്ടി പോലീസാണ്, SPC സ്റ്റുഡൻസ് ആണ്. ഇവരെല്ലാവരും ഭയങ്കര ആവേശത്തോടെ ഇരിക്കുകയാണ്. ഇവരുടെയും കൂടെ ഒരു സംഘടനയും കൂടെ ഭാഗമായിട്ടാണ് ആ കലോത്സവം വളരെ മികച്ച രീതിയിൽ ഇന്ന് സമാപിക്കാൻ പോകുന്നത്. ഇവരുടെ ഒരു നേതൃത്വം SPC, NCC, അതോടൊപ്പം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റെഡ് ക്രോസ്, ഇത്രയും കുട്ടികളുടെ രീതിയിൽ ഒരു സുരക്ഷാ സംഘടനയാകുന്നുണ്ട്. അവർ തന്നെ ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഏറ്റവും ഒരു മികച്ച വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം അവർക്കും കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവരിലേക്ക് തന്നെ ചെല്ലാം. ഏത് സ്കൂളിലാണ്? HSS for ഗേൾസ് വെങ്ങാനൂരാണ്. എല്ലാവരും +1 +2 അല്ല 9th സീനിയർ കാഡറ്റ്സ്. കൊള്ളാം. ഇവിടെ വന്നപ്പോൾ പുതിയ ഓരോ അനുഭവങ്ങളും, കുറെ ആൾക്കാരും, നല്ല ഫുഡും കൊള്ളാം.
വളരെ നന്നായിട്ടുണ്ട്. പരിപാടിയൊക്കെ കണ്ടായിരുന്നു. ഓ കണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു വേറിട്ടൊരു അനുഭവമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചോ? ഓ കഴിച്ചു. രാവിലത്തെ കഴിച്ചോ? ഓ ഉപ്പുമാവും പയറ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇവര് നമ്മളോടൊപ്പം പറഞ്ഞത് ഒരു പാട്ട് പാടാം എന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാവരുമായിട്ട് ചേർന്ന് നമുക്കൊരു പാട്ട് പാടാം. നിങ്ങൾ കലോത്സവത്തിൽ ഇന്ന് പങ്കെടുത്തില്ലല്ലോ ഈ പ്രാവശ്യം. അപ്പൊ നമുക്ക് കേരള വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഇവരെല്ലാരും ആയാലോ? തുടങ്ങാം. ഓക്കെ, അങ്ങ് വാനക്കോണില് നിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങു നീലത്തുരുത്തില് നീ പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തില്ലെങ്ങോ പതുങ്ങിയല്ലോ, താരപ്പതുക്കുള്ളൊരാ നെഞ്ചനും നെറ്റിയില ചെല്ലവുമായി ഭൂമിയെ പാലം മൂടും അത്രയും വെറ്റിലയിട്ട് വയ്ക്കാം ഈണം മാറി, കഥ കേട്ട് നിന്നെ നീ കേട്ട് മാറി. ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് ആരാധേ ആടി വളരെ വളരെ അതേപോലെ വളരെ വളർന്നു പറഞ്ഞതുപോലെ കലോത്സവം വളർന്ന് സമാപന ദിവസത്തിലെത്തിക്കുകയാണ്. ഒരു സന്തോഷമില്ല എല്ലാവർക്കും. ഈ കുറെ കാലമായിട്ട് ഉള്ളിൽ വെച്ചിരിക്കുന്ന കഴിവുകളൊക്കെ ജോസഫും രേണുകയും കുറച്ച് ദിവസങ്ങളായി പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. പാട്ടായും തബലയായും ഡാൻസായും ഒക്കെ. എന്തായാലും പാട്ടൊക്കെ പാടി കൂടുതൽ കുട്ടികളെയൊക്കെ പരിചയപ്പെട്ട് ജോസഫും രേണുവും ഊട്ടുപുരയിൽ തന്നെ തുടരുക എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതൽ